നമസ്കാരം. ഇന്നൊരു വീഡിയോയിൽ വരാൻ കാരണം ഇപ്പം അതായത് ഇപ്പോൾ AI യുഗമാണല്ലോ. അപ്പോൾ AI യുഗത്തിൽ പല ആൾക്കാരും പല ഇന്നോവേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടതും അതേപോലെ ഞാൻ അറിഞ്ഞതും ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് പ്രകാരം അറിഞ്ഞ കാര്യങ്ങളാണ്. അതാണ് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി വരെ ചൈനയിൽ നിന്നൊരു റോബോട്ട് വാങ്ങിച്ചിട്ട് അവരെ ഇന്നോവേഷനാണ് അവരെ ഡെവലപ്മെൻറ്റാന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് അതിൻ്റെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ദുർലഭം ഇന്ത്യയിൽ ഞാൻ സ്റ്റേറ്റ് പരമായിട്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഒന്ന് ഇന്ത്യയിൽ ചെയ്യുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന റോബോട്ടിക്സിൻ്റെ അകത്ത് ഒരു 20% ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യൻ പ്രൊഡക്ട്സ്, അതായത് ഇന്ത്യൻ മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ പാർട്സുകൾ ഇന്ത്യയിൽ തന്നെ വാങ്ങിച്ചിട്ടും അതേപോലെ അതിൽ കിട്ടാത്ത സാധനങ്ങൾ മാത്രമേ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ഹ്യൂമണോയിഡ് റോബോട്ട് പോലത്തെ കാര്യങ്ങളും അതേപോലെ ഫയർ ഫൈറ്റിംഗ് പോലത്തെ ഫയർ ഫൈറ്റിംഗ് റോബോട്ട്സുകൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലാകെ മാനുഫാക്ചേഴ്സ് എന്ന് വെച്ചാൽ ആകെ 2-3 പേരേ ഉള്ളൂ ഇന്ത്യയിൽ മാനുഫാക്ചേഴ്സിൻ്റെ. എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ആരും ചെയ്യുന്നില്ല. ഇന്ത്യയിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകെ 2-3 റോബോട്ടിക്സ് കമ്പനീസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന 2 കമ്പനികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ ഫയർ ഫൈറ്റിംഗ് റോബോട്ട്സിൻ്റെ ആക്ച്വലി, അതേപോലെ ഹ്യൂമൻ റോബോട്ട്സിൻ്റെ കാര്യത്തിൽ, പിന്നെ അതേപോലെ പല ഓട്ടോമേഷൻ ലെവൽ യൂസ് ചെയ്യുന്ന റോബോട്ട്സുകൾ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം എന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് ആക്ച്വലി കിറ്റ് അവൈലബിൾ ആണ് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും. അത് ഹ്യൂമൻ റോബോട്ട് ആയി കഴിഞ്ഞാലും ATV ആയി കഴിഞ്ഞാലും എല്ലാ റോബോട്ട്സിൻ്റെയും അതായത് കിറ്റ് ഓൾറെഡി അവൈലബിൾ ആണ് അവിടെ. അപ്പോൾ ആ കിറ്റ് നമ്മളിപ്പോൾ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ കിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സാധനം ഇങ്ങോട്ടേക്ക് ഡിസ്പാച്ച് ചെയ്യും. ഇപ്പോൾ ബോഡി മാത്രം വേണമെങ്കിൽ ബോഡി മാത്രം ഡിസ്പാച്ച് ചെയ്ത് തരും. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ളിലുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസും കാര്യങ്ങളും ആൻഡ്രോയിഡ് ഐറ്റംസ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്ത് പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ അവർ സാധനം, മോട്ടറാണെങ്കിൽ മോട്ടർ, BLDC മോട്ടറാണ് മോട്ടർ, എന്ത് സാധനം പറഞ്ഞു കഴിഞ്ഞാലും അവർ സാധനം അയച്ചു തരും ഇവിടെ ഇന്ത്യയിലേക്ക്. അപ്പോൾ അത് കിറ്റ് തന്നെയുണ്ട്. അതായത് ആ കിറ്റാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ്, നമ്മളെ ഇന്നോവേഷൻ എന്നെല്ലാം മറ്റ് ഓരോ ആൾക്കാർ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ യൂണിവേഴ്സിറ്റി ചെയ്തത് ആക്ച്വലി അവർ ഒരു പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അസംബിളൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ മുകളിൽ അവർ സ്റ്റിക്കർ ഒട്ടിച്ച് ചെയ്ത്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള കമ്പനിക്കാരും ചെയ്യുന്നത്, അല്ലാതല്ല. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ആരെങ്കിലും ഒരു ഇതിൻ്റെ ഡൈയെല്ലാം മാനുഫാക്ചർ ചെയ്യണമെന്നെല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഇവർ ആ കോസ്റ്റൊന്നും ചെയ്യാണ്ട് പിന്നെ ഇവർ ഇതെങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ അതിനും നമുക്കൊക്കെ ചോദിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണെന്നെല്ലാം പറയുന്നുണ്ട്, ഇന്നോവേഷൻ ചെയ്തതാണ്. ശരിയാണ്, അവരുടെ ഐഡിയാസ് ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ പാർട്സുള്ള മൊത്തം ചൈനയിൽ നിന്ന് വരുന്നതാണ്. ചൈനയിൽ നിന്ന് വന്നിട്ടാണ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ റോബോട്ടിക്സ് ട്രെയിനിങ് മറ്റ് നടക്കുന്നത്. റോബോട്ടിക്സ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഫുള്ള് ടൈപ്പാണ്, ഫുൾ പറ്റിക്കലാണ്. അതായത് പാരൻസിനെയും സ്കൂൾസിലെ പ്രിൻസിപ്പളിനെയും മാനേജ്മെൻറ്റിനും എല്ലാം പറ്റിക്കലാണ്. റോബോട്ടിക്സിൻ്റെ ട്രെയിനിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മിനിമം ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു നോക്കണം. ഈ റോബോട്ടിക്സ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് കുറേ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ ഇന്ത്യയിലും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ആദ്യം ചോദിക്കേണ്ടത് ഇവർക്ക് എന്താണ് ഇവരുടെ മെയിൻ ക്വാളിഫിക്കേഷൻ? മെക്കാനിക്കലാണോ, ഇലക്ട്രോണിക്സ് ആണോ, അല്ല റോബോട്ടിക്സ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. ഇവർ ഒരു ഇതല്ല, ഫുൾ എല്ലാവരും ബിസിനസ് മൈൻഡാണ്. ഒരു റോബോട്ടിനെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കൺട്രോളറും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സിലബസും അതിന് വിഡ്ഢികളായിട്ടുള്ള കുറച്ച് എന്താ പറയുക ആൾക്കാരും, വിഡ്ഢികളെന്ന് വിളിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരാൾക്കാർ പോയിട്ട് നിങ്ങളെ പറ്റിക്കുന്നു. ഇപ്പോൾ പല ആൾക്കാരും വന്നിട്ട് ഇപ്പോൾ MLM എന്ന് പോലത്തെ കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ കൊണ്ടേ കാശിടും, നമ്മൾ പറ്റിക്കപ്പെടും. അതേപോലെ തന്നെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് റോബോട്ടിക്സിൻ്റെ അകത്ത് ഒരു നോളജും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ട്രെയിനിങ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. പല ട്രെയിനിങ്ങുകളും ഇപ്പോൾ CAD/CAM ആയിക്കഴിഞ്ഞാലും CNC ആയിക്കഴിഞ്ഞാൽ എല്ലാം ഒരൊറ്റ ആൾക്കാർക്ക് മര്യാദയ്ക്കുള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും കമ്പനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൊണ്ടാ ഇത് ചെയ്യുന്നത്. ആകെ വിരൽ എണ്ണാൻ പറ്റുന്ന കമ്പനികൾ മാത്രമേ ഉള്ളൂ ഈ റോബോട്ടിക്സും CNCയും അതെല്ലാം ട്രെയിനിങ്ങെല്ലാം ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ എല്ലാം അവരെ പറ്റിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാനൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ റോബോട്ടിക്സിൻ്റെ യുഗമായതുകൊണ്ട് എല്ലാവരും ഇത് മുതലെടുക്കുകയാണ്. അപ്പോൾ മുതലെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന് ഈ ഇന്നോവേഷൻ എന്നുള്ള മറ്റു വേറെ സംഗതികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും
പറയാൻ നിൽക്കണ്ട. ഇത് നമുക്ക് കുറേ എനിക്കും കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് വന്നിട്ട് താഴെ കമൻറ്റ് ഇടൊന്നും വേണ്ട. ഞാൻ പിന്നെ കമ്പനീൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും. അതെനിക്ക് ഒരു ഇഷ്യൂ, എനിക്ക് പേടിയില്ല, ഒന്നുമില്ല, ഞാൻ വിളിച്ചു പറയും. ആക്ച്വലി അതുകൊണ്ട് അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതൊന്നും എനിക്ക് ഇതില്ല. എന്ന് വെച്ചാൽ എന്താ പറയുക, ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കുട്ടികൾ ഇവിടെ എത്തുമ്പോൾ അവർക്ക് ഒരു കാര്യം അറിയില്ല ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഈ മാനേജ്മെൻറ്റ് ആയി കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും കുട്ടികളെ ചേർക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുക ഈ ഫാക്കൽറ്റീൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, അയാളെ ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ആണോ എന്താണെന്നുള്ള ചോദിക്കുക. അതേപോലെ ഇപ്പോൾ ഇന്നോവേഷൻ്റെ സമയത്ത് ബാങ്കുകാരും അതേപോലെ ഇൻഡസ്ട്രി മിനിസ്റ്ററും എല്ലാവരും ഭയങ്കര പ്രൊമോഷനല്ല. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കി, എന്തുണ്ടാക്കി, ഏടുന്ന് വന്നു എന്നെല്ലാം ചോദിക്കുക. അതൊന്നും അതിൻ്റെ ചോദ്യമൊന്നുമില്ല. ഒരു സാധനം കൊണ്ടെടുത്തിട്ട് അറിയാം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോഴത്തേക്ക് അതിൻ്റെ വയ്യൻ്റെ കുറേ മന്ത്രിമാരും അതിൻ്റെ വയ്യൻ്റെ കുറേ ആൾക്കാരും. അപ്പോൾ ഇതെല്ലാം നോക്കണം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കണ്ടില്ലേ, പല ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പം ഇനി എല്ലാവരും ഒന്ന് നോക്കും എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്യാമെന്ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിചാരിക്കേണ്ട മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഇതിൽ കുറച്ച് ദുർലഭം മാത്രമേ ഉള്ളൂ ഉണ്ടാക്കുന്നത്. ബാക്കിയെല്ലാം എന്താ പറയുക, ഇമ്പോർട്ടഡ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അസംബിൾ ചെയ്തിട്ട് വിൽക്കുന്ന സാധനം. ഈ സാധനങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 3D പ്രിൻ്ററിൻ്റെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, ഹ്യൂമൻ റോബോട്ടിൻ്റെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഫയർ ഫൈറ്റിംഗ് പോലത്തെ റോബോട്ട്, ചൈനയുടെ ഫയർ ഫൈറ്റിംഗ് പോലത്തെ റോബോട്ട്സുകൾ, അതേപോലെ ATV ഐറ്റംസുകൾ, അതായത് ഫുഡ് ഡെലിവറി ചെയ്യാനുള്ള റോബോട്ട്സുകൾ, ഇതെല്ലാം എന്ന് വെച്ചാൽ ഓൾറെഡി കിറ്റ് അവൈലബിൾ ആണ് ചൈനയിൽ. അപ്പോൾ ആ സാധനം ഇവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ ഈ ഫരീദാബാദ് പോലത്തെ സ്ഥലത്ത് ആണ് അവരെ മെയിൻ ഇത് ബിസിനസ് ടാർഗറ്റ്. അപ്പോൾ അവിടെ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സാധനം ഡെലിവറി ചെയ്ത് തരും അവർ. അപ്പോൾ അതിന് ഏജൻറ്റുമാരുണ്ട് ഇവിടെ ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കിറ്റുകൾ, അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, ഇന്നോവേഷൻ എന്നിട്ട് ആരും ഇതാക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.